നമസ്കാരം. നമ്മള് വീണ്ടും വന്നിരിക്കുകയാണ്. നമ്മള് ഒരു 1.5 മാസം മുന്നിലത്തെ വീഡിയോയില് ഒരെണ്ണത്തിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ എന്താ പറയാ മലയാളം വിങ്ങിന്റെ ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് മലയാളം വിങ്ങിന്റെ ഓണം കോമ്പറ്റീഷൻ നടക്കാൻ പോവാണ്. അതിന്റെ ആപ്ലിക്കേഷൻ കൊടുക്കണതും കാര്യങ്ങളൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞോഞ്ഞി അതില് സിനിമാറ്റിക് ഡാൻസ് സോളോയില് പങ്കെടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ ഇന്നാണ് ആ കോമ്പറ്റീഷൻ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ഒരു മാസമായിട്ട് അവിടുത്തെ പരിപാടികൾ, ഓണം പരിപാടികൾ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇന്നാണ് നമ്മുടെ പരിപാടി. ഇന്നാണ് നമ്മുടെ ഞോഞ്ഞിയുടെ സിനിമാറ്റിക് ഡാൻസ് സോളോ കോമ്പറ്റീഷൻ. അപ്പൊ നമ്മള് രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞോഞ്ഞി ഇതപ്പം മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പോയിരിക്കുകയാണ്. ഞോഞ്ഞി ഡാൻസ് പഠിക്കണ നമ്മുടെ RDIയില് രാജേഷ് മാസ്റ്ററും രഞ്ജിനി മാമും തന്നെയാണ് നമ്മുടെ മേക്കപ്പും കാര്യങ്ങളൊക്കെ. അവിടെ നിന്നാണ് ഡാൻസ് പഠിച്ചതും. അപ്പോൾ അതിനുവേണ്ടി പോയിരിക്കുകയാണ്. അപ്പൊ ഞാൻ മേക്കപ്പ് ചെയ്ത് വന്നിട്ടുള്ള കോലം കാണാം നമുക്ക്. അതാ ഞോഞ്ഞി മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് ഓടി വരണു. എന്തായി മേക്കപ്പ് കഴിഞ്ഞോ? എത്രയുള്ളൂ മേക്കപ്പ്? സ്റ്റേജിന്റെ അവിടെ എത്തിയിട്ടാ ഇപ്പൊ എത്രയുള്ളൂ അല്ലേ? അപ്പൊ ഇതാണ് ഞോഞ്ഞിയുടെ ഇന്നത്തെ ഡാൻസിന്റെ മേക്കപ്പ് കേട്ടോ. പൊരിച്ചല്ലോ, മുഖമൊന്നും കാണാനല്ലോ. നമ്മളപ്പോ ഇവിടുന്ന് തിരിക്കുകയാണ്. നമ്മള് നേരെ ഈ പരിപാടി നടക്കണോടത്തേക്ക് പോവാട്ടോ. ഞാൻ അവിടെ എത്തിയിട്ട് വിശേഷങ്ങൾ കാണാം. അപ്പൊ നമ്മുടെ സ്ഥലത്തെത്തിട്ടാ. നമ്മുടെ ഇന്ത്യൻ സോഷ്യൽ ക്ലബിന്റെ മൾട്ടിപർപ്പസ് ഹാളിൽ വെച്ചിട്ടാണ് ഇന്നത്തെ പരിപാടി, ഇന്ത്യൻ സ്കൂൾ മസ്കറ്റിന്റെ. അപ്പം നമ്മൾക്ക് എന്തായാലും ഉള്ളിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ ഹോള്. ഇതാ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങണുള്ളൂട്ടാ. സമയമുണ്ട് നമുക്ക്. നമ്മുടെ ഇന്നത്തെ കോമ്പറ്റീഷൻ 3 കാറ്റഗറി ആയിട്ടാണ് കേട്ടോ നടക്കണത്. സീനിയേഴ്സ്, ജൂനിയേഴ്സ്, സബ് ജൂനിയേഴ്സ്. ഞോഞ്ഞി സബ് ജൂനിയറിലാണ് അവിടെ ഇരിക്കണ്ട്. ഞോഞ്ഞിയുടെ ആദ്യത്തെ കോമ്പറ്റീഷൻ ആണ് ഇന്ന് അല്ലടോ? ആദ്യത്തെ ഡാൻസ് കോമ്പറ്റീഷൻ ആണ്. തകർക്കില്ലെന്ന് ഞോഞ്ഞിയുടെ നമ്പർ വരാറായി. ഇതാ ഞോഞ്ഞി ഫൈനൽ മേക്കപ്പിലേക്ക് കടന്നിരിക്കുകയാണ്. മേക്കപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫുൾ കോസ്റ്റ്യൂം ആട്ടോ അത്. ഇതാണ് ഇന്നത്തെ ഡാൻസിന്റെ ഫുൾ കോസ്റ്റ്യൂം. ഒരു ഡാൻസ് പോസ് ഒക്കെ ഇടറേ. തകർക്കില്ലെന്ന്. ഓക്കെ, തന്റെ റിപ്പോർട്ടിംഗ് ടൈമായി പോന്നോളൂ. സബ് ജൂനിയർ റിപ്പോർട്ടിംഗ്. പറഞ്ഞോളൂ. ഓക്കെ, റിപ്പോർട്ട് ചെയ്തില്ലേ? ചെസ് നമ്പർ കിട്ടിയാ? എത്ര നമ്പറാ? 13. അപ്പൊ എത്ര പാർട്ടിസിപ്പൻസ് ഉണ്ട്? മിനിമം 13 ഉണ്ടല്ലോ, സ്വാഭാവികം. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ഇനി ഇഷ്ടമാതിരി സമയമുണ്ട്. നമ്മുടെ പരിപാടി നെക്സ്റ്റ് നമ്പർ ചെസ് നമ്പർ 12 ആണ്. നെക്സ്റ്റ് ഞോഞ്ഞിടെയാണ്. ഞോഞ്ഞി ഓൾ സെറ്റ് 12 അല്ല 13. അപ്പൊ ചെസ് നമ്പർ 12 അവസാനിച്ചു. ഞോഞ്ഞി കയറാൻ പോവാണ്. ഞോഞ്ഞി ഹൈഫൈ ആ USB യുടെ ഓക്കെ കൊണ്ടെടുത്തോളോ. ഓക്കെ ഞോഞ്ഞി തകർത്തോളോ. അവിടെ നമുക്ക് USB കൊടുക്കണം നമ്മുടെ പാട്ടിന്റെ. അവിടെ കൊടുക്കുന്നുണ്ട്. ഓ, അവളാ ഡാൻസ് ചെയ്യണമെങ്കിലും ടെൻഷൻ നമുക്ക്. ഇന്റെ കൈ വിറക്കണേന്ന് സത്യമായിട്ട്. ഞോഞ്ഞിയുടെ ഡാൻസിന്റെ പാട്ട് കാണിക്കാന്ന് വെച്ചാൽ കോപ്പിറൈറ്റ് കിട്ടും അല്ലേ? കാണിക്കാതിരിക്കാൻ പറ്റൂല. അപ്പൊ കോപ്പിറൈറ്റ് കിട്ടിയാലും വേണ്ടില്ല, നമുക്ക് ഇടാം. അപ്പൊ ഞോഞ്ഞിയുടെ പരിപാടി തുടങ്ങി.
അല്ല അവളവിടെ നിന്ന് വരുന്നത് എന്റെ കയ്യിന്റെ കറ മാറി. എന്ത് എങ്ങനെ തകർത്തോ തകർത്തോ തകർത്തടോ തകർത്തടോ തകർത്തടോ. ഞോഞ്ഞത് ഡാൻസ് കളിച്ച് എൻ്റെ ക്ഷീണം മാറ്റാൻ മാംഗോ ജ്യൂസ് കുടിച്ചോണ്ടിരിക്കണോ. ഇവിടെ അടുത്ത ഡാൻസോട് നടന്നുകൊണ്ടിരിക്കണ്ട കേട്ടോ. മൊത്തം 17-18 കുട്ടികളുണ്ട്. അങ്ങനെ നമ്മുടെ 15 മത്സരാർത്ഥികളുടെയും പരിപാടികൾ കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മളെ റിസൾട്ടിനായിട്ടുള്ള വെയിറ്റിങ്ങിലാണ്. അപ്പോൾ അതാ ഈ ഇരിക്കണതാണ് 3 ജഡ്ജസ് കേട്ടോ. ജഡ്ജസ് 3 ആൾക്കാരും അവിടെ ഇരുന്ന് വിധി എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിതാ കുറച്ച് സമയത്തിൻ്റെ ഉള്ളിൽ റിസൾട്ട് അറിയാം. അപ്പം ഞോനിക്ക് റിസൾട്ട് പറഞ്ഞതിൻ്റെ ടെൻഷനൊന്നും ഇല്ല കേട്ടോ. നമ്മളാണ് ടെൻഷൻ അടിച്ചിരിപ്പ്. ഞോനിതാ ഫുൾ ജോളി ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഫ്രണ്ട്സായിട്ട് സെൽഫി എടുത്തിട്ട്. അപ്പോൾ അതാ നമ്മുടെ റിസൾട്ട് അനൗൺസ് ചെയ്യാൻ പോവാണ്. നമുക്കറിയാം എന്ത് സംഭവിക്കുന്നു. ഇപ്പോൾ സിനിമാറ്റിക് കാറ്റഗറി സബ് ജൂനിയർ സോളോ ഡാൻസിന്റെ റിസൾട്ട് അനൗൺസ് ചെയ്ത് ജഡ്ജസിനെയും എംസി അംഗങ്ങളെയും വേദിയിലോട്ട് ക്ഷണിക്കുകയാണ്. ജോനി ഫുൾ സെറ്റ്. ഇപ്പോൾ അറിയാം ജോനിയുടെ പെർഫോമൻസിന്റെ റിസൾട്ട്. Today, sub-junior will go with the concentration. Concentration goes to chest number 14. Now we'll go on third position, goes chest number 13. അടിച്ചു മോനെ അടിച്ചു. ഞോനിക്ക് 3rd പ്രൈസ് അടിച്ചു കേട്ടാ. റിസൾട്ട് അനൗൺസ് ചെയ്തത് ഇറങ്ങി സ്റ്റേജിലേക്ക് ഓടിക്കഴിഞ്ഞു. അപ്പോൾ തകർത്തുട്ടാ. പ്രൈസ് വിളിച്ചല്ലോ. And the first prize goes to number 3. എന്തായാലും ഞോനിക്ക് സമാധാനമായിട്ടോ. ഞോനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. See, overall, all the performance was very good, but it was like very difficult to choose like which one is good, which one is bad. Like nothing was bad, everything was good. On the few points goes here and there, so don't worry. Next time, do well and perform well. Okay, thank you. എല്ലാ പാർട്ടിസിപ്പൻസും കൂടിയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഫോട്ടോ ആയിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയും പിള്ളേരുണ്ടായിരുന്നു. 15 കുട്ടികളുണ്ടായിരുന്നു കേട്ടോ. ഞോഞ്ഞി വേമായോ. അങ്ങനെ എന്തായാലും ഞോഞ്ഞിയുടെ ആദ്യത്തെ മത്സരമായിരുന്നു കേട്ടോ അത്. ഒരു കോമ്പറ്റീഷൻ ആയിട്ട് ആദ്യമായിട്ട് പങ്കെടുത്തതായിട്ടാണ് ഞോഞ്ഞി ഡാൻസിന്. എന്തായാലും 3rd പ്രൈസ് കിട്ടി. വളരെ ഹാപ്പി ഞോഞ്ഞേ. പൊരിച്ചടാ പൊരിച്ചു പൊരിച്ചു. ഹാപ്പി. അതെന്താ തൻ്റെ ആദ്യത്തെ കോമ്പറ്റീഷൻ അല്ലേ? പിന്നെന്താ പ്രശ്നം? നെക്സ്റ്റ് ടൈം നമുക്ക് ഫസ്റ്റ് ആക്കാം. ഓക്കെ ഓക്കെ. ഞോഞ്ഞതാ വേഷഭൂഷാദികൾ എല്ലാം അഴിച്ച് ഇതാ തിരിച്ചു വന്നിരിക്കണു. പാർട്ടിയൊക്കെ അല്ലടാ ഒന്ന്. ഇങ്ങോട്ട് നോക്കടോ ഇങ്ങോട്ട് നോക്കടോ. എന്താ പറഞ്ഞേ? ആ നന്നായി ഗുഡായി കളിച്ചു കഴിഞ്ഞേ. ഗുഡായി ഉണ്ട്. അതപ്പൊ നമുക്ക് ഇന്ന് എക്സ്റ്റംപററി ഡാൻസിൽ ഫസ്റ്റ് കിട്ടിയത് ആരാണ്? തേജശ്രീ. പൊരിച്ചു. ഇങ്ങോട്ട് ആയോ? പോവാ. ഹാപ്പി. അപ്പൊ അതാ നമ്മൾ വിജയശ്രീ ലാളിതരായി. ജോനിയുടെ ഡാൻസിന് ശേഷം നമ്മള് പുറത്തിറങ്ങിയിട്ട് അവിടുന്ന് സമയം 3:45. അവിടെ വേറെയും കുറെ പരിപാടികൾ ഉണ്ടായിരുന്നു. അത് നമ്മൾ കുറച്ചു നേരം കണ്ടിരുന്നു. ഇനിയിപ്പം രാവിലെ 2 ദോശ കഴിച്ചിറങ്ങിയതാ. ഇനിയിപ്പോ നേരെ പോയിട്ട് എന്തെങ്കിലും കഴിക്കണം. ഭയങ്കര വിശപ്പുണ്ട്. അപ്പോൾ നമ്മളൊരു റെസ്റ്റോറന്റ് ലക്ഷ്യം വെച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ. നമ്മളിതാ അവിടെ നിന്ന് നേരെ MRAയിൽ വന്ന് കയറി. വിശപ്പ് കൊടുമ്പിരി കൊണ്ടിരിക്കട്ടാ. ഇതാ നമ്മൾ കഴിപ്പ് തുടങ്ങി. നമ്മള് അടിപൊളി ഒരു ചിക്കൻ ദം ബിരിയാണി വാങ്ങിയിട്ടുണ്ട് എസിക്ക് വേണ്ടിയിട്ട്. സ്പെഷ്യൽ ബിരിയാണി സ്പെഷ്യലിസ്റ്റ് എസി. ഇങ്ങോട്ട് നോക്കടേ. അത് കഴിഞ്ഞിട്ട് ന്യൂനിയുടെ സ്പെഷ്യൽ ഐറ്റമായ ഫിഷ് മാങ്ങാക്കറി ഉണ്ട് ഇവിടെ. ന്യൂനിക്ക് അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നൂൽ പൊറോട്ട.
അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ചിക്കൻ തവ പെരി പെരി ഫ്രൈ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി സംഭവമാണ്, നല്ല മണമൊക്കെ വരുന്നുണ്ട്, കണ്ടില്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചത്തെ ഭക്ഷണം. ഉച്ചത്തെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ 4:30 ആയിട്ടാ സമയം. 4:30ക്കാണ് ഇന്ന് ഉച്ചത്തെ ഭക്ഷണം കഴിക്കുന്നത്. അതാ നമ്മള് ചപ്പാത്തി ഉണ്ട്, നല്ല അടിപൊളി ചിക്കൻ തവ പെരി പെരി ആട്ടോ. അടിപൊളി സോഫ്റ്റ് ചിക്കൻ കണ്ടു എടുത്തിട്ടുണ്ടല്ലോ. അടിപൊളി മസാല കേട്ടോ, തകർത്തു. അപ്പൊ ഇനി വീഡിയോ എടുക്കാനുള്ള ക്ഷമല്ല. അപ്പൊ ഇനി ഇതെല്ലാം തീർത്തിട്ട് പെട്ടെന്ന് തന്നെ വരാം. ഇതാ നമ്മള് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ സ്ഥലം കേട്ടോ. പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ, പൊടി പോലും ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഒരു തൊണ്ടം ചപ്പാത്തിയൊക്കെ ഉണ്ട്, ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഇതാ ക്ലീൻ. എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു, എല്ലാവരും അത്യാവശ്യം നല്ല പിടുത്തവും പിടിച്ചു. അപ്പൊ നമ്മൾ ഇത്രയും ഭക്ഷണം കഴിച്ചാല് 30 റിയാല് 950 പൈസാട്ടോ. ഇതില് എന്താ പറയാ, ഫിഷ് മാംഗോ കറിക്ക് 3,150. പിന്നെ നമ്മുടെ ചിക്കൻ പെരി പെരി തവ ഫ്രൈന് അതിനെത്ര, അതിന് 3,150. ബാക്കിയുള്ളതൊക്കെ സാധാരണ കാണാം. അങ്ങനെ നമ്മള് പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി. പുറത്തെ ചൂടെന്ന് പറഞ്ഞാണ്ടല്ലോ അക്രമ ചൂടാട്ടാ. 47-48 ഡിഗ്രിയാണ്. വന്ന വഴിക്കൊന്ന് കുളിച്ചു, രാവിലെ പോയതല്ലേ. കുളിച്ചു കഴിഞ്ഞ് പിള്ളേരൊക്കെ പോയി കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ പരിപാടിയെ പറ്റി പറയുകയാണെങ്കിൽ ഇന്നത്തെ പരിപാടിയൊക്കെ നല്ല അടിപൊളിയായി തകർത്തു പോയി. പക്ഷെ എന്താ പറയാ, നമ്മുടെ കാണികള് ഒരുപാട് കുറവായിരുന്നു. കാണികൾ മാത്രമല്ല, ഈവൻ പരിപാടിയിലെ പാർട്ടിസിപ്പൻസും അതെ വളരെ കുറവായിരുന്നു. നമ്മള് പങ്കെടുത്ത സബ് ജൂനിയർ കാറ്റഗറിയിൽ മാത്രമായിരുന്നു ഒരു 14-15 കുട്ടികൾ ഉണ്ടായിരുന്നത്. അതല്ലാതെ സീനിയർ ജൂനിയർ ഇതിലൊക്കെ വെറും നാമമാത്രമായ ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. 5-6 പാർട്ടിസിപ്പൻസ് ഇതാ ഉണ്ടായിരുന്നുള്ളൂ. സിനിമാറ്റിക് ഡാൻസ് സോളോയില് മാത്രമല്ല, ഈവൻ ഗ്രൂപ്പ് കാറ്റഗറിയിലാണെങ്കിലും എക്സ്റ്റംബറിയിലാണെങ്കിലും എല്ലാത്തിലും ആൾക്കാരുടെ പങ്കാളിത്തം വളരെ കുറവായിരുന്നു. പിന്നെ കുട്ടികളെ ഇത്രയൊക്കെ പ്രാക്ടീസ് ചെയ്ത് വന്നു, പരിപാടി അവതരിപ്പിക്കാൻ സ്റ്റേജിൽ കയറുമ്പോ ആളുകൾ കാണാനില്ല എന്ന് പറഞ്ഞാൽ അത് അവർക്ക് അതൊരു വിഷമമുള്ള കാര്യമാണ്. എന്തൊക്കെയാണെങ്കിലും അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയില്ല. അപ്പൊ അതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി നമുക്ക് വൈകിട്ട് ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് പോകണം. പറ്റുകയാണെങ്കിൽ അതിന്റെ വീഡിയോ അടുത്തത് ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ വീണ്ടും പെട്ടെന്ന് തന്നെ വരാം. അതുവരെ എല്ലാവർക്കും ബൈ.